Magic morning. Magic morning. Good morning. Good morning. ബിമാജിക്കിന്റെ 2200ാമത് സൂം മീറ്റ് ആണ് ഇന്ന്. വിഷസ് ഫുൾഫിൽഡ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ട്രെയിനർ ആൻഡ് സക്സസ് കോച്ചായ ഓസ്റ്റിൻ സാർ ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു തോന്നുന്നു. അബ്ദുൾ അസീസ് സാറിന്റെ മെഡിറ്റേഷൻ ആയിരുന്നു തോന്നല്ലേ? വേറെ പോയോ? ഓക്കെ. ഇല്ല. ഓക്കെ. ഓ, ടീം സ്ക്യൂറിൽ സാറാണ് കയറിയിരിക്കുന്നത്. സാറിന്റെ പേര് ഈ അടുത്ത് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇപ്പൊ ഹോസ്റ്റ് സാറാണല്ലേ? ഓക്കെ. വെരി ഗുഡ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മഴയൊക്കെ ഉണ്ടാവും? മഴയുള്ളൂ അല്ലേ? മഴ പെയ്യട്ടെ. വെള്ളമില്ല എങ്ങും. നമ്മുടെ ഹൈഡ്രോ പവർ ഒക്കെ ആകെ പ്രശ്നത്തിലാവും മഴയില്ലെങ്കിൽ. ഇപ്പൊ എന്തായാലും മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രളയമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മഴ പെയ്യണാണ് ഒരു സന്തോഷമാണ്. എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് നമ്മൾ വിഷസ് ഫുൾഫിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ വിഷസ് ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു വൈൻ ഡയറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബുക്കിന്റെ പേരാണ് ഈ സത്യം പറഞ്ഞ വിഷൻ ഫുൾഫിൽഡ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളിത് കുറെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു. നമ്മുടെ സേഫ് സാറ് കുറെ ക്ലാസ്സുകൾ നമ്മുടെ ഒരു മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1-2 കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇന്നെടുത്തത്. അതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴും മെന്റലി നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും ചിന്ത പുറമേ നിന്നുള്ള സർക്കംസ്റ്റാൻസസ് ആണ് നമ്മളെ മാറ്റുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടുകളുമാണ് നമ്മളെ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ നെവിൽ ഗോഡാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോക പ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹം ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല്, നിങ്ങള് ഉള്ളിൽ നിന്ന് ചേഞ്ച് ആവണം എന്നുള്ളതാണ്. ഉള്ളിൽ നിന്ന് ചേഞ്ച് ആവുമെന്ന് വെച്ചാല്, നിങ്ങൾ ഉള്ളിൽ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്താണോ, ആ ഐഡന്റിറ്റിയാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. രണ്ടുപേര് പുകവലിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചോ. സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും ഒരു ദിവസം പുകവലി നിർത്താൻ തീരുമാനിച്ചു. ഈ രണ്ടുപേരും ഒരു ഫ്രണ്ട്സിന്റെ കൂടെ, പുകവലിക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സ് സിഗരറ്റ് ഓഫർ ചെയ്യും. അപ്പൊ ആദ്യത്തെ ആളോട് സിഗരറ്റ് ഓഫർ ചെയ്തപ്പോ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഓ, ഐ ക്വിറ്റ് സ്മോക്കിംഗ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്മോക്കിംഗ് നിർത്തിയേക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസത്തേക്ക് സ്മോക്കിംഗ് നിർത്തിയേക്കാന്ന് പറഞ്ഞു. മറ്റേയാളോട് സിഗരറ്റ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഐ എം നോട്ട് എ സ്മോക്കർ. ഞാൻ വലിക്കുന്ന ആളല്ല. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ഈ രണ്ടുപേരില് ആരായിരിക്കും ആ സ്മോക്കിംഗ് തുടരാതിരിക്കുക, അല്ലെങ്കിൽ ആരായിരിക്കും ആ സ്മോക്കിംഗ് കുറെ നാൾ കഴിയുമ്പോൾ തുടരുക? രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? പിന്നീട് വലിക്കത്തില്ല. വെരി ഗുഡ്. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായി. അതായത് ഒരാള് പറയുന്നു, ഞാൻ ഇത് നിർത്തിയേക്കാണ്. മറ്റേയാള് പറഞ്ഞു, ഞാൻ സ്മോക്കറേ അല്ല. അതായത് വിത്തിൻ 2 or 3 ഡേയ്സിനുള്ളിൽ പുള്ളിക്കാരൻ ആളുടെ ആ ഒരു ഐഡന്റിറ്റി, എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നൊരു ഐഡന്റിറ്റി ഇദ്ദേഹം ഇവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിൽ പിന്നീട് വലിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. മറിച്ച് മറ്റേയാൾ എന്താ പറയുന്നത്, ഞാൻ നിർത്തിയേക്കാണ് എന്ന് വെച്ചാൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്താണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ
ചേഞ്ച് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഐഡന്റിറ്റി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്താണോ ഈ അവസ്ഥയിൽ നിന്ന് നമ്മള് നമ്മളാവേണ്ട അവസ്ഥ നമുക്ക് ഇപ്പോഴേ നമ്മുടെ ഒരു ഐഡന്റിറ്റി കാണാൻ പറ്റുവാണെങ്കിൽ അവരായിരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടൊരു സംഭവമുണ്ട്, രണ്ട് സെൽഫ് ഉണ്ട് നമുക്ക്. അതിനകത്ത് ഔട്ടർ സെൽഫ് എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ ഇന്റലിജൻസ് ഉണ്ട്, ടാലന്റ് ഉണ്ട്, നമ്മുടെ സ്കിൽസ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ഫിസിക്കൽ അബിലിറ്റീസ് ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ പുറത്ത് കാണുന്ന സംഭവങ്ങളോടൊപ്പം തന്നെ നമുക്കൊരു ഇന്നർ സെൽഫ് ഉണ്ട്. അതായത് മൈൻഡ്, സ്പിരിറ്റ്, നമ്മുടെ ഇമാജിനേഷൻ, ഫെയ്ത്ത്, പിന്നെ നമുക്കൊരു ഹയർ പവർ ആയിട്ടുള്ള കണക്ഷൻ. അപ്പൊ അതുപോലെ തന്നെ എബിലിറ്റി ടു ക്രിയേറ്റ് നമ്മുടെ ചേഞ്ച്, നമ്മുടെ ലൈഫിലൊക്കെ ചേഞ്ച് ആക്കാനുള്ള ആ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇന്നർ സെൽഫാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തും കഴിയും, സാധിക്കും എന്നുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്. എന്നാലും നമ്മുടെ ഐഡന്റിറ്റി മാറുള്ളൂ. അപ്പൊ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഓ, എനിക്ക് ഇതിനൊന്നും കാര്യമായിട്ട് പറ്റൂല, എനിക്ക് പ്രായമായി, എനിക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മള് മിസ്സായി പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഒരു ഹയർ സെൽഫുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം. എന്താണ് ഹയർ സെൽഫ്? നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ സോഴ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാത്തതുകൊണ്ട്, ഒരു ദൈവികമായിട്ട് സ്പിരിച്വൽ ആയിട്ട് നമ്മൾ കണക്ട് ആവാത്തതുകൊണ്ടാണ് പലതിലും നമുക്ക് ധൈര്യവും ശക്തിയൊന്നും ഇല്ലാത്തത്. ആണോ അല്ലയോ? നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണം ആഗ്രഹം ഉണ്ടാകും, പക്ഷെ പലപ്പോഴും ചെയ്യാത്തതിന്റെ ഒരു റീസൺ എന്താണ്? നമുക്ക് നമ്മളെ പറ്റിയുള്ള ചിന്ത എന്ന് പറയുന്നത്, എനിക്കിതൊന്നും സാധിക്കില്ല, എനിക്കിതൊന്നും കഴിയില്ല എന്നുള്ള ഒരു വലിയ തോട്ടാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെയോ ഒരു ഒരു വലിയ പവർ സോഴ്സുമായിട്ട് നമ്മളെ കണക്ട് ആയി കഴിഞ്ഞാല്, നമ്മൾ അതിൽ നിന്ന് ചാർജ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ സെറ്റ് ആവും. ഞാനിത് പെട്ടെന്ന് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, വെള്ള സാരി കൊടുത്ത്, ബ്രഹ്മകുമാരീസ്. ഞാൻ ബ്രഹ്മകുമാരീസിനെ പരിചയപ്പെടുകയും മെഡിറ്റേഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ ബ്രഹ്മകുമാരീസിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് മെഡിറ്റേഷൻ പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പം ഇവര് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ സ്ഥാപനത്തിൽ ഒരിക്കലും വരെയും അവിടെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് ഞാൻ കുറെ നാള് രാവിലെ തന്നെ മെഡിറ്റേഷൻ പഠിക്കാൻ വേണ്ടി ബ്രഹ്മകുമാരീസിന്റെ അടുത്ത് പോകും. അപ്പൊ ഇവര് നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പല മതത്തിലും പല രീതിയിലാണ്, എന്നാലും ഞാൻ ഇവരുടെ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ദൈവം മതം പഠിപ്പിക്കുക അല്ലെങ്കിൽ പോലും ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന ഒരു 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 കോൺസെപ്റ്റ് ഇതാണ്. അതായത് നമ്മളെല്ലാവരും പുള്ളി ഇങ്ങനെ പടം കാണിച്ചിരുന്നു, ഒരു വലിയൊരു ഒരു സാധനം. അപ്പൊ അതിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു തന്മാത്രകളാണ് പിരിഞ്ഞു വന്നിട്ട് ഓരോ ആത്മാക്കളായിട്ട് മാറണമെന്നാണ് ഇവർ പറയുന്നത്. എന്നുവെച്ചാൽ വലിയൊരു സാധനത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ആത്മാവ് നമ്മളെല്ലാവരുടെയും ആത്മാവിലേക്ക്, അതായത് നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ നിന്ന് വന്നതാണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞ കേസ് വെച്ചാല്, ഈ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ഈ വന്നു കഴിയുമ്പോൾ അതൊരു വളരെ ഹീറ്റ് ആയിട്ടുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു സാധനമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു വെച്ചാൽ അവർ റീബർത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഏറ്റവും പ്യൂർ ആയിട്ടുള്ള സോള് മുകളിൽ നിന്ന് വന്നു, നമ്മൾ ജനിച്ചു, നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ അതിനകത്ത് ആഡ് ആവും, തിരിച്ച് വീണ്ടും നമ്മൾ അടുത്ത ബർത്തിൽ വരുമ്പോൾ പിന്നെയും അതിനകത്തേക്ക് ആഡ് ആവും. ഇപ്പൊ അവർ പറഞ്ഞനുസരിച്ച് ഏറ്റവും കലികാലാണെന്നോ അങ്ങനെ ഇതൊക്കെ പറയും. എന്ന് വെച്ചാൽ പ്യൂർ ആയിട്ടുള്ള സോൾസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ അവർ പറയുമ്പോ മുഹമ്മദ് നബി, ജീസസ്, കൃഷ്ണൻ, അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ പ്യൂർ സോൾസ് ആയിരുന്നു, ശിവൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതല്ലാതെ ഇപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മൾ വലിയ പ്യുവർ സോൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ മഹാത്മാരായിട്ടുള്ള ആൾക്കാർ കുറവാണ്. കാര്യം ഇവര് പറയുന്നത് റീബർത്ത് എടുത്ത് പോയി എന്ന് പറഞ്ഞത്. പക്ഷെ എന്നെ അതിനകത്ത് അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, ഇവര് പറയുന്നത് വെച്ചാൽ ഈ ഒറിജിനൽ സോഴ്സിനോട് കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് ഈ ഒരു പവറും ഹീറ്റും ഒക്കെ ഈ ഒരു ആത്മാവിനുണ്ടാവുന്നത്. നമ്മള് എന്നെ വേറെ ചിന്തിപ്പിച്ച ഒരു തലമാണ്. അവർ പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരാൾ മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലാവാം? ഈ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ
എങ്ങനെയാണ് ഒരാളെ മരിച്ചു എന്ന് മനസ്സിലാക്കുന്നത്? ശ്വാസം ശ്വാസം നിൽക്കും. ശ്വാസം നിൽക്കും. പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ എന്താ വ്യത്യാസം ഉണ്ടാവുക? ശരീരം തണുക്കും. യെസ്, ശരീരം തണുക്കും. നമുക്കറിയാം ശ്വാസം നോക്കാൻ പറ്റും. അതല്ലാതെ മരിച്ച 1 മണിക്കൂർ കഴിഞ്ഞ ഒരാളുടെ ബോഡിയിൽ തൊട്ട് നോക്കി അറിയാൻ പറ്റും. ആ ഒരു ഹീറ്റ് ഉണ്ടാവില്ല, ഒരു ചൂടുണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിക്കും, നമുക്ക് ചൂട് എവിടെ നിന്നാ വരുന്നത്? നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ബ്ലഡ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, ഈ ഒരു ആത്മാവിന്റെ ഒരു ചൂടാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് നമ്മളെ വിട്ടുപോകുമ്പോൾ, ആ സോള് നമ്മളെ വിട്ടുപോകുമ്പോഴാണ് നമ്മുടെ ശരീരം തണുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട്, സയൻസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണ് ബോഡി തണുക്കണേന്നും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചൂടുണ്ട്. മരിച്ചു കഴിയുമ്പോൾ തണുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ആ സോളിന്റെ ഒരു ഹീറ്റ് ആണ്, നമ്മുടെ ആത്മാവിന്റെ ഒരു ചൂടാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. ആത്മാവ് നമ്മളെ വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തണുക്കുന്നു പറഞ്ഞു. എന്ത് തന്നെയായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും ഒരു ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ഏറ്റവും നമ്മൾ വന്ന സോളുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നു ആ സോളുമായിട്ട് ഒരു കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനിൽ പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ രാവിലെ രാത്രിയിൽ നിങ്ങൾ കുത്തിയിട്ട് ചാർജായി നിങ്ങൾ ആ ഫോണും എടുത്ത് നിങ്ങൾ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു. നിങ്ങൾ പല സ്ഥലത്ത് പോകുന്നു, ഗൂഗിൾ പേ ചെയ്യുന്നു, നിങ്ങൾക്ക് കോള് വരുന്നു, നിങ്ങൾ റീൽസ് കാണുന്നു. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഫോണിന്റെ ചാർജ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവും. ചിലവർ ഉച്ചയാകുമ്പോഴേക്കും തീരും. മിക്കവാറും ആൾക്കാരുടെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ 100% നിന്ന് 20, 10, 8 ഒക്കെ ആയിട്ട് മാറും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? രാത്രിയിൽ ഈ സാധനം ഒന്ന് കണക്ട് ചെയ്തിടും, ഇതൊന്ന് ചാർജ് ആവും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും നിങ്ങൾ ഉപയോഗിക്കും. ഈ മൊബൈൽ ഫോൺ നിങ്ങൾ ചാർജ് ചെയ്യുന്നില്ലെങ്കിലോ, പിറ്റേ ദിവസം ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ ഫോൺ ഡെഡ് ആവും. മനുഷ്യന്റെ ഒരു അവസ്ഥയും ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആസ് എ ഹ്യൂമൻ നമ്മൾ ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ പവർ അറിഞ്ഞൂടാ എന്നുള്ളതാണ്. ഇപ്പൊ ആനയ്ക്ക് ആനയുടെ ബലം അറിയൂ? ഇല്ല. അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബലം അറിയില്ല. രണ്ട്, നമുക്ക് കിട്ടുന്ന ഈ ഒരു എനർജി, ഈ ഒരു ചൂടിനെ രണ്ടാമത് ചാർജ് ചെയ്യാൻ, നമ്മളെ തന്നെ പവർഫുൾ ആക്കാൻ നമ്മൾ സമയം എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. ഇപ്പൊ നിങ്ങൾ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്ക്. ഈ ഭൂമിയെ ട്രാൻസ്ഫോം ചെയ്ത ആൾക്കാരത്തിലുണ്ട്. അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇപ്പൊ നമ്മളെല്ലാവരും ചാറ്റ് GPT AI ഒക്കെ ഉപയോഗിക്കുന്നു. ഇത് ഉണ്ടാക്കിയത് ഒരു മനുഷ്യനാണ്. ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയത് ഒരു മനുഷ്യനാണ്. ഇന്ന് ലോകത്തെ മുഴുവൻ ഒരു എന്താ പറയാ, ഒരു 360 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു സംഭവമായിട്ട് മാറി. മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നവരെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് മോശമായിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് മാറി. ഇതും ചെയ്തത് ഒരു മനുഷ്യനാണ്. അതുപോലെ അത്ര അടിമത്തത്തിൽ കിടന്ന എന്താ പറയാ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയതും ഒരു മനുഷ്യനെ, ഒരു കൂട്ടം മനുഷ്യരുടെ പ്രയത്നമാണ്. അപ്പൊ അവിടെയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, സാധാരണ അപ്പത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ബ്രഹ്മകുമാരിസ് പറയുന്നത് സത്യമാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു സോളിൽ നിന്ന് വന്നവരാണ്. ഒരേ കപ്പാസിറ്റിയും ഒരേ പവറുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ, അതായത് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ ഒരു രീതിയിൽ ഫോം ചെയ്തു. മോനെ, നിനക്ക് ഇതൊക്കെ പറ്റുള്ളൂ, നിന്റെ ഒരു ഐഡന്റിറ്റി ഇതാണ്, നീ കാർത്തികേയന്റെ മോനാണ്, അല്ലെങ്കിൽ നീ മറ്റേ ബഷീറിന്റെ മോനാണ്, അതല്ലെങ്കിൽ നീ അഗസ്ത്യയുടെ മോനാണ്, നീ ജനിച്ചത് ഇന്ന തറവാട്ടിലാണ്, അതുകൊണ്ട് നിനക്ക് ഇതൊന്നും പറ്റൂല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി പവർഫുൾ ആണ്. ഇൻഡിവിജ്വലി ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നമ്മൾ പുറത്തേക്ക് എവിടേക്കല്ല നോക്കണ്ടേ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാടുള്ള ജോലികളും ഐഡന്റിറ്റിയും ഒക്കെ നമുക്ക് മാറും. ഇതിന്റെ അഫർമേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്: നിങ്ങള് വലിയൊരു സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ബിക്കോസ് യു ആർ ബോൺ വിത്ത് ലോട്ട് ഓഫ് പവർ, ലോട്ട് ഓഫ് സ്ട്രെങ്ത്, ലോട്ട് ഓഫ് എന്താ പറയാ, ഒരുപാട് ചൂടുമായിട്ട് വന്ന ആളുകളാണ്. ആ ഒരു ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, ഞാൻ ആരാണെന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്.
ഇപ്പം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയാണ് ഇപ്പോ. അദ്ദേഹത്തിന്റെ അച്ഛൻ ധീരുഭായ് അംബാനി. അദ്ദേഹം വെറും ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അപ്പൊ ആ പാവപ്പെട്ട മനുഷ്യനായിരുന്ന ആള് പമ്പിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് എന്ന് പറയേണ്ട സമയത്ത് ധീരുഭായ് അംബാനി അദ്ദേഹത്തോടും അതുപോലെ ഫ്രണ്ട്സിനോടും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യം, ഞാൻ എന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിഫൈനറി നിർമ്മിക്കുന്നതാണ്. അതായത് ഒരു പമ്പിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു റിഫൈനറി സ്വന്തമാക്കുന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ ജീവിച്ചത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് അതെല്ലാം നേടാൻ പറ്റിയത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇപ്പോഴത്തെ എന്ത് അവസ്ഥയിലാണെങ്കിലും ഞാൻ ആരാണെന്നുള്ള ഒരു ഐഡന്റിറ്റി, ഞാൻ ആരാവണം എന്നുള്ള ഐഡന്റിറ്റി എനിക്ക് ഇന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള സ്ട്രെങ്ത്തും കഴിവും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താവണം എന്നുള്ള സംഭവം നമ്മൾ ഇന്നേ ചിന്തിക്കണം. ഇപ്പൊ നമ്മുടെ പലവരുടെയും പ്രശ്നം എന്താണ്? ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കിടന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് ദുഃഖിച്ച് ഒക്കെയാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ ചെയ്യും. ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, നമ്മളെപ്പോഴും നമ്മളെ പറ്റി ചിന്തിക്കുന്നത് എന്താ? അയ്യോ, എന്റെ ജീവിതം എന്തുകൊണ്ട് എങ്ങനെയായി? എനിക്ക് കാശില്ല, അതെ അവർക്കൊക്കെ പൈസയുണ്ട്. എന്റെ ഐഡന്റിറ്റി കാശില്ലാത്ത പാവപ്പെട്ടവരുടെ ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ പൈസയുണ്ട്, ഞാനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ഇന്നേ നമ്മുടെ ഉള്ളിൽ ഒരു ഐഡന്റിറ്റി, ഓക്കെ, ഐ ആം റിച്ച്, ഐ ആം ഹെൽത്തി, ഐ ആം സൂപ്പർ എന്ന് നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ കണക്ഷൻസും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു സോഷ്യൽ എക്സ്പെക്ടേഷൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്താ പറയാ, മറ്റുള്ള ആൾക്കാർ നമ്മൾ എന്ത് പഠിപ്പിച്ചു അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇത് നടക്കുമോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് ചെയ്യണോ എന്ന് ഒരിക്കലും ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു ഈ ഒരു ബ്രേക്കിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലിമിറ്റേഷൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ആ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു പവർ നമുക്ക് വേണം. അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മളെ പറ്റി ഒരു ഫ്യൂച്ചർ വിഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 2020 കൊറോണ തുടങ്ങുന്ന സമയത്ത് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട്, അറിയാലോ, കൊറോണ തുടങ്ങി, എനിക്കും ജോലിയില്ല, വേറെ ആളുകൾക്ക് ആർക്കും ജോലിയില്ല. ആ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഓൺലൈൻ ഈ സൂം പ്ലാറ്റ്ഫോം വരുന്നു. ആ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നു പോസിറ്റീവ് കമ്മ്യൂണും കുറെ പേരൊക്കെ കൂടി നടത്തിയ ബി മാജിക്കും ആ സമയത്ത് തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ട്രെയിനിങ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഫോറം ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 1000-ലധികം ആൾക്കാർ, ഇന്ന് എനിക്ക് തോന്നുന്നു അത്ഭുതമാണ്, 1000 പേരുടെയൊക്കെ പ്ലാറ്റ്ഫോം ഫുൾ ആവുമായിരുന്നു. 1000 പേരുള്ള സൂം പ്ലാറ്റ്ഫോമിൽ ആളുകൾ കയറി ട്രെയിനിങ് നടത്തുമായിരുന്നു, കുറെ പ്രശസ്തരായ ആൾക്കാർ. അപ്പൊ ആ സമയത്ത് എന്റെ മനസ്സിലൊരു ആഗ്രഹം വരുവാണ്, ഐ വാണ്ട് ടു ബി എ ട്രെയിനർ. എനിക്കൊരു ട്രെയിനർ ആവണം, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന, ആളുകളെ മാറ്റുന്ന. അപ്പൊ ഞാൻ ആ ക്ലാസ്സിൽ കേട്ടൊക്കെ ഒരു ഐഡന്റിറ്റിയിൽ ഞാൻ എൻ്റെ ഒരു ഐഡന്റിറ്റി ഞാൻ എഴുതാൻ തുടങ്ങി. ഞാനിങ്ങനെ എഴുതിയത് എങ്ങനെയാണ്, ഞാൻ ആദ്യം ഒരു കാര്യം കൂടി എഴുതി, ഐ ആം ദ സൺ ഓഫ് ഗോഡ് എന്ന് ഞാൻ എഴുതി. കാര്യം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, നമുക്കൊരു ഹയർ സെൽഫായിട്ട് ഒരു കണക്ഷൻ വേണം. എന്നിട്ട് ഞാൻ എഴുതി, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്, ഐ ആം ആൻ ഇന്റർനാഷണൽ ട്രെയിനർ. എന്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് സൗഖ്യം, ഒരു ഹീലിംഗ് നടക്കുന്നു. ഈ ട്രെയിനിങ്ങിലൂടെ ഞാൻ എൻ്റെ ഒരു വലിയ ഇൻകം ഞാൻ നേടുന്നു. ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നു. ഇങ്ങനെ കുറച്ച്, ഞാനിപ്പോ കറക്റ്റ് വേർഡ്സ് ഓർക്കുന്നില്ല, ഞാൻ അതുപോലെ ഒരു ഐഡന്റിറ്റി, മൈ ഐഡന്റിറ്റി. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം,
ഇത് എഴുതുന്ന സമയത്ത് ഒരു ട്രെയിനിങ് പോലും എടുക്കാത്ത, വെറുതെ ട്രെയിനിങ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് എഴുതുന്നതാണ്, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്, എന്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഒരു ട്രെയിനിങ് പോലും എടുത്തിട്ടില്ല. ആ സാധനം ഞാൻ എഴുതുകയും ഞാൻ പിന്നെ അതിനെ എനിക്ക് കുറച്ചും കൂടി പവർഫുൾ ആക്കാൻ വേണ്ടി പറഞ്ഞു, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. സോ എനിക്ക് എന്തും സാധിക്കും, എനിക്ക് എന്തും കഴിയും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ ഫുള്ളായിട്ട് എഴുതുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും എന്റെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ ഈ സാധനം എല്ലാ ദിവസവും ഒന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വായിക്കും. അതിനേക്കാൾ ഉപരി ഞാൻ ഫോണിൽ അന്ന് വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാനത് കേൾക്കാനും തുടങ്ങി. എൻ്റെ ഒരു ഐഡന്റിറ്റി ഐ ഹാസ് ചേഞ്ച് ഫോർ എ നോർമൽ ഒരു വർക്കർ എന്നുള്ള രീതിയിൽ നിന്ന് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാല് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുതിയ തോട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത തോട്ടിനെ ഞാൻ ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറ്റി. ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത അഫർമേഷൻ ആണ്, അതെ ഞാനൊരു ട്രെയിനറാണ്, എന്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ നന്നാവും എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ തോട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഞാനൊരു കൊറോണ തുടങ്ങി മാർച്ചിനാണ് തുടങ്ങി ഒരു ജൂൺ ജൂലൈ ആയപ്പോഴേക്കും ഞാൻ ഫോറയും വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് എന്നോട് പറയുന്നു, ഓസ്റ്റിന് ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് ഉണ്ട്, ഇത്രയും രൂപയാണ്, നീ ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എൻ്റെ കയ്യിൽ കാശില്ല, കൊറോണയൊക്കെ ഒന്നാകെ പെട്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നു, പതുക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു. ആ ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നു. ഒന്ന് രണ്ട് എന്റെ സ്ഥാപനത്തിൽ തന്നെ ഒരിക്കൽ ഒരു പ്രോഗ്രാം, ഞങ്ങളുടെ ഒരു പരസ്യ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന അയാൾക്ക് ഞാൻ ഈ ക്ലാസ്സിൽ അയച്ചു കൊടുക്കുന്നു. അയാൾക്ക് ആ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് 2021 ആയപ്പോഴേക്കും അദ്ദേഹം വിളിച്ചിട്ട്, ഓസ്റ്റിൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഇതൊരു പെയ്ഡ് മോഡലിലേക്ക് മാറ്റിക്കൂടാ എന്നുള്ള രീതിയിൽ മണി ടെക് മീഡിയയുമായി ചേർന്ന് ഞാൻ പെയ്ഡ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലൂടെ എനിക്ക് വരുമാനം വന്നു തുടങ്ങുന്നു. അതിലൂടെ ഞാൻ പല രാജ്യങ്ങളിലുമുള്ള ആളുകളുമായിട്ട് ട്രെയിനിങ് എടുക്കുന്നു. അങ്ങനെ എന്താ പറയാ, ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കമ്പനിയുടെ മാനേജർ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് ഒരു ട്രെയിനർ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ഞാൻ മാറി. അപ്പൊ അതിനാദ്യം ഞാൻ ചെയ്തത്, ഉള്ളിന്റെ ഉള്ളില് ഞാൻ ട്രെയിനർ അല്ലാത്തപ്പോഴും ഒരു ട്രെയിനറാണ്, എന്റെ ട്രെയിനറിന്റെ ക്വാളിറ്റി ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് എന്റെ മനസ്സിനെ എന്റെ ഒരു ഐഡന്റിറ്റിനെ ഞാൻ മാറ്റുകയും അഫർമേഷൻസും വിഷ്വലൈസേഷനും വെച്ചിട്ട് എന്റെ ഒരു ഔട്ടർ സെൽഫ് അല്ലെങ്കിൽ ഒരു ഇന്നർ സെൽഫിനെ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഔട്ടർ സെൽഫ് മാറാൻ തുടങ്ങി. എന്നിലേക്ക് ആളുകൾ വരാനും അട്രാക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് വന്നു തുടങ്ങി. ഇതുപോലെ ഞാൻ എന്റെ ലൈഫിൽ പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു പല കാര്യങ്ങളുണ്ട്. മീൻസ് എന്റെ സാമ്പത്തികമായുള്ള രീതിയിലാണെങ്കിലും സമൃദ്ധിയാണെങ്കിലും ഞാൻ ഇങ്ങനെ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്താണ് എൻ്റെ ഒരു ഐഡന്റിറ്റി മാറ്റിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ആം നോട്ട് ഫിൽത്തി റിച്ച്, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സേ ദാറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ആവശ്യത്തിലും ചിലപ്പോൾ അതിൽ കൂടുതലും എനിക്കുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ട് ഇപ്പം പൈസ ചോദിക്കാതെ, ഇപ്പൊ ആരോ ചോദിച്ചതുപോലെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു വാട്ട് ഈസ് യുവർ റിച്ച്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് റിച്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് മെനു നോക്കാതെ, മീൻസ് മെനു നോക്കും, അതിന്റെ ഇപ്പുറത്തെ പ്രൈസ് നോക്കാതെ നമുക്ക് ഒരു സാധനം ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ റിച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം നോക്കിയിട്ട് സാധനം ഇഷ്ടപ്പെട്ടു, അതിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ആർ റിച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു മോഡലിലേക്ക് എന്താ പറയാ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്ത് കണ്ട ഒരു ബേസും ഈ നെവിൽ ഗോഡാർഡ് പറയുന്നതൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആണ്. യു ജസ്റ്റ് ബിലീവ് യുവർ സെൽഫ് ദാറ്റ് യു ആർ ഓൺ ദാറ്റ് പൊസിഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്യൂച്ചർ വിഷൻ നമുക്ക് കാണാൻ പറ്റണം. ഒരു ഫ്യൂച്ചർ വിഷൻ എന്താണ്, 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ കാണാനാണ് എന്റെ ഇഷ്ടം. പലപ്പോഴും പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ് നടത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവരുടെ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും, ഇതുപോലൊക്കെ തന്നെ പോയാൽ മതിയായിരുന്നു, താഴേക്കൊന്നും പോവാതിരുന്നാൽ മതി. അപ്പൊ ഒരു ഹയർ വിഷൻസ് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ബിസിനസ് ഒക്കെ വളരെ ലോവർ ലെവലിലൊക്കെ നിന്ന് പോകുന്നത്. അത് മാത്രമല്ല, നമുക്കൊരു ബേണിംഗ് ഡിസയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കിത് ആവണം എന്നുള്ള ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡിസയർ ഇങ്ങനെ കത്താൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മാറാൻ തുടങ്ങുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് മാറിപ്പോണം, വേറൊരു കമ്പനിയൊക്കെ കയറണം,
സത്യം പറഞ്ഞാൽ പുറത്തു പോകണം എന്നുള്ളതൊക്കെ ഒരു ചിന്തയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കമ്പനിയുടെ ബിസിനസ്, ഞാനൊരു എംപ്ലോയി ആണ് അവിടെ. ഞാൻ കാര്യമായിട്ട് അതൊരു ഫോക്കസ് ചെയ്തില്ല. ലൈക്ക് അതിനകത്തൊരു എന്താ പറയാ, വർക്ക് ചെയ്യുന്നുണ്ട്, പൈസ വരുന്നുണ്ട്. പക്ഷെ ജാനുവരി ഒക്കെ ആയി കഴിഞ്ഞപ്പോ, ഈ വർഷം ജാനുവരി ആയി കഴിഞ്ഞ് ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു, ഞങ്ങൾ നോർമലി കഴിഞ്ഞ വർഷമൊക്കെ ഒരു 3.5 കോടി രൂപയുടെ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1.5 കോടി 2 കോടിയുടെ അടുത്തേക്ക് ജാനുവരിയിൽ ആയിക്കിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഒരു തിരിച്ചറിവുണ്ടാണ്, ദൈവമേ ഇനി മാനേജ്മെന്റിനോട് എന്ത് പറയും, ലൈക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് ഇതുവരെ ഒന്ന് പറയാൻ പറ്റിയ കാര്യം. ഞാനിവിടുന്ന് പോയിട്ടുമില്ല, പോയെങ്കിൽ കുഴപ്പമില്ല, പോയിട്ടുമില്ല. സ്ഥാപനമാണെങ്കിൽ ഈ പെർഫോമൻസ് വൈസ് മോശമാണ്. അപ്പൊ ഞാൻ ആ ലാസ്റ്റ് ഒരു ജാനുവരി 3 മാസം കൂടി ഉള്ളൂ. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്നെ തന്നെ പവർ ആക്കാൻ തുടങ്ങി. ഓക്കെ, ദിസ് ഇയർ വി വിൽ ക്ലോസ് ദിസ് മച്ച് ഓഫ് സാലറി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തായാലും ഒരു 10 ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾ ക്ലോസ് ചെയ്യും. ഞാനത് ഫ്യൂച്ചർ വിഷനായിട്ട് കാണാൻ തുടങ്ങി. ഞാനത് അഫർമേഷൻ ചെയ്യാൻ തുടങ്ങി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് പ്രോജക്ട്സ് 1-2 കിട്ടി. ഞങ്ങൾക്ക് വേറൊരു ഇതിൽ നിന്നുള്ള ഒരു ഇൻകം ഭയങ്കരമായിട്ട് അതായത് അതുവരെ 4-5 ലക്ഷം രൂപയൊക്കെ മന്ത്ലി ഇൻകം ഉണ്ടായത് ഒറ്റയടിക്ക് 20 lakhs-ലേക്കും 25s-ലേക്കും ഇൻകം കൂടാൻ തുടങ്ങി. പിന്നെ വേറെ പല ഇൻകംസും ഒക്കെ കിട്ടാനുണ്ടായിരുന്നൊക്കെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ആ പേയ്മെന്റ്സ് ഒക്കെ വന്നു. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ക്ലോസ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ ഈ പറഞ്ഞ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഞങ്ങളുടെ പേയ്മെന്റ് ക്ലോസ് ചെയ്തു. സോ ഞാൻ പറഞ്ഞത്, നമ്മള് ചിന്തിക്കുന്ന പോലെ നമ്മള് 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 ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ആ ചിന്തകളെ അട്രാക്ട് ചെയ്യാൻ നമ്മുടെ ഐഡന്റിറ്റി തന്നെ മാറ്റും. നമ്മളൊരു സക്സസ്ഫുൾ ആണെന്ന് വേറെ ആര് പറഞ്ഞില്ലെങ്കിലും നമ്മളോട് പറയണം. ഞാൻ ഹെൽത്തി ആണെന്ന് വേറെ ആര് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ പറയണം. എന്നെ എല്ലാവരും ഐ എം ലൗഡ് എന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ ഉറക്കെ ഉച്ചത്തിൽ നമ്മളോട് പറയണം. ഞാനൊരു ഡിവൈൻ ആണ്, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഞാൻ ഏറ്റവും പവർഫുൾ ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങിയാൽ മാത്രമാണ് നമുക്കൊരു ന്യൂ ലൈഫ് കിട്ടുള്ളൂ. ഇപ്പം ഈ നിവിൻ ഗോഡാട് പറയുന്നതിന്റെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് ഒരു ന്യൂ ഐഡിയ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഐഡിയനേക്കാളും ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് റിച്ച് ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ല നല്ലൊരു ജോലി വേണം, എനിക്ക് വളരെ സ്ട്രെസ് കുറവുള്ളതും ടെൻഷൻ കുറവുള്ളതും മറ്റുള്ളവർ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സംഭവം. ഞാൻ പലപ്പോഴും പണ്ട് എൻ്റെ ഒരു അഫർമേഷൻ ഇതായിരുന്നു, ലൈക്ക് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്, മറ്റുള്ളവർ എന്നെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ കോടീശ്വരനാവാൻ വേണ്ടി മറ്റുള്ള ആളുകൾ ജോലി എടുക്കുന്നു. ഞാൻ ജോലി എടുക്കണില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ മറ്റുള്ള ആളുകൾ എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു, അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്രയും സ്ട്രെസ് എടുക്കേണ്ടി വരില്ല. ആൻഡ് അപ്പൊ ഒരു ന്യൂ ഐഡിയയിൽ നിന്ന് ഒരു പുതിയൊരു ചിന്ത വരുന്നു. ആ പുതിയ ചിന്തയെ പുതിയൊരു വിശ്വാസമാക്കിയിട്ട് മാറ്റുന്നു, ന്യൂ ബിലീഫ് ആക്കണം. ഞാൻ ഇത് ഞാനാണ് എന്ന് ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ആ ബിലീഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാവും. ഈ ഐഡന്റിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പുതിയ ലൈഫ് ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്താവണം എന്നുള്ളൊരു ആ തോട്ട് വന്നിട്ട് ഞാൻ അതാണ് എന്ന് ഉള്ളിന്റെ ഉള്ളില് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു അട്രാക്റ്റീവ് മോഡിലേക്ക് മാറുന്നത്. നമ്മുടെ ഒരു സിറ്റുവേഷൻസ് ലൈക്ക് ഇപ്പം സേഫ് സാറൊക്കെ പഠിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാല് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഐഡന്റിറ്റി ഒരു എക്സ്പ്ലോഷൻ നടക്കണം. അതുകൊണ്ട് അതിൽ നടക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറ്റൂല. നമ്മളിലേക്ക് നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല, എനിക്ക് ക്ലയൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളില്ല നോക്കുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് പഠിക്കുക ടോപ്പ് ദൈവവുമായിട്ട് നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ദൈവവുമായിട്ട് കണക്ട് ആകുമ്പോൾ നമ്മളിപ്പോ മൊബൈൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് ഒരു പവർ സോഴ്സിലേക്ക് 230 വോൾട്ടിലേക്ക് നിങ്ങൾ ഒരു ചാർജർ വെച്ച് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിലിങ്ങനെ ഒരു സ്പ്രെഡ് ഒക്കെ ആവാൻ തുടങ്ങും. മൊബൈൽ ഒരു വട്ടൊക്കെ കറങ്ങാൻ തുടങ്ങും. എന്താ പറയുക, ഒരു സാധനം വന്ന പോലെ ഒരു ഇമേജ് വരും. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഓക്കെ, രാവിലെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വളരെ ഡൗൺ ആയി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ലൈക്ക് ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷൻസിലൊക്കെ ഞാൻ പലപ്പോഴും അല്ല, മിക്കവാറും ഞാൻ ചെയ്യാറുള്ള വെച്ചാൽ, നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുവേൻ, ക്ലോസ് യുവർ ഐസ്. ലൈക്ക് നിങ്ങളിപ്പോ കാണുന്നത് ഒരു വലിയൊരു ഒരു ഗോൾഡൻ യെല്ലോ ബീം ലൈറ്റ്.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഹെവനിൽ നിന്ന് നിങ്ങളുടെ ശിരസിലേക്ക് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ള, നിങ്ങളെ ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന, നിങ്ങളുടെ അസുഖങ്ങളെ മാറ്റുന്ന, നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന, നിങ്ങൾക്ക് പവർ നൽകുന്ന ആ ആ ഒരു വലിയ യെല്ലോ ബീം ലൈറ്റ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരുന്നു. അത് നിങ്ങളെ താഴെ താഴെ ഇറങ്ങുന്നു. നിങ്ങളുടെ കണ്ണുകള് ഹൃദയമായിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ ജ്വലിക്കുന്നു. ഈ ലൈറ്റ് നിങ്ങളിൽ നിന്ന് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ ആണ് കൂടുതലും എൻ്റെ ഒരു അഫർമേഷൻ, മീൻസ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാറ്. അതിന് വളരെ പവർഫുൾ ആണ്. കാര്യം വെച്ചാൽ നമ്മള് അതിരാവിലെ ഇതൊന്ന് കണക്ട് ചെയ്ത് ആ ഒരു എനർജി മൊത്തം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയെ നമ്മളിലേക്ക് സ്വീകരിക്കുകയും നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ വിശ്വസിക്കുന്നത് ഐ ആം കേപ്പബിൾ ഇനഫ്. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പറയാം, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഐ ആം ദ സൺ ഓഫ് അല്ലാ, ഐ ആം ദ സൺ ഓഫ് ശിവ. സോ ദേ ആർ വെരി പവർഫുൾ. ഞാൻ അവരുടെ മകനാണ്, മകളാണ്. അതുകൊണ്ട് എനിക്ക് ഇറ്റ്സ് പോസിബിൾ ഫോർ മീ, ലൈക്ക് ഐ ഹാവ് ദാറ്റ് മച്ച് പവർഫുൾ. ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചാലും അത്രത്തോളം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്, ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോഴേ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങുള്ളൂ. അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു തോട്ട് പ്രോസസ് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ഇപ്പൊ ഞാനിപ്പോ പലപ്പോഴും പ്രത്യേകിച്ച് സാമ്പത്തികമായുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞാനും ചിന്തിക്കാറുണ്ട്. ഞാനിങ്ങനെ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഗോളൊക്കെ എഴുതും. നമുക്ക് ഇപ്പൊ ഇത്ര ലക്ഷം രൂപയാണ് എന്റെ വരുമാനം എന്നൊക്കെ എഴുതാൻ സമയം ഞാൻ വിചാരിക്കാത്ത വഴികളിലൂടെ, ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ എന്നിലേക്ക് പണം ഒഴുകുന്നതും, എന്നിൽ നിന്ന് പണം പുറത്തേക്ക് ഒഴുകിയിരുന്ന വഴികൾ അടയുന്നതും, അതിലൂടെ സമൃദ്ധി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ പലപ്പോഴും കാണാൻ പറ്റും. അപ്പൊ അതൊരു ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തല്ല, ബട്ട് ഇറ്റ് ടേക്സ് സം ടൈം. അപ്പൊ അതിന്റെ ഒരു ടൈം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു റിച്ച് ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ കൊടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ പോലെ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ സാധനം. ഒരു റിച്ച്നെസ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ യു ഹാവ് ടു ഗീവ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ റിച്ച് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ എനിവേ, ഇന്നത്തെ ഒരു വിഷസ് ഫുൾഫിൽഡ് എന്ന് പറയുന്ന ഒരു ഇതില് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ചൊരു ആക്ഷൻ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ കറന്റ് ബിലീഫ് എന്താണ് നിങ്ങളെ പറ്റി എന്നൊന്ന് എഴുതുക. ഞാനിപ്പോ എന്താണ് എന്നെ പറ്റി ചിന്തിക്കുന്നത്, എന്താണ് എന്റെ ലിമിറ്റിംഗ് ബിലീഫ്, എനിക്കിത് പറ്റുമോ പറ്റൂല എന്നുള്ളത്. ഒരു 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 അതിനുശേഷം നിങ്ങൾ എഴുതുന്നത് ഒരു ഹയർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. എനിക്ക് ഏറ്റവും ടോപ്പ് ലെവൽ എന്നെ എങ്ങനെ കാണാൻ വേണം. അതായത് എനിക്ക് റിച്ച് ആയിട്ട് കാണണോ, എനിക്ക് ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് കാണണോ, അതല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ബിസിനസ്മാൻ, ലൈക്ക് ഇത്രയും ഷോപ്സ് ഉള്ള ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ ഇത്രയും ക്ലയൻസ് ഉള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് എനിക്ക് മാറണോ. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ആം എ ഗ്രേറ്റ് ബിസിനസ്മാൻ, ഐ ആം തോട്ട്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് അതിനൊരു പവറിങ് തോട്ട്സ് ആയിട്ട് മാറ്റുക. നമ്മൾ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും ഒരു ലിമിറ്റേഷൻസിലേക്ക് നോക്കാതെ നമ്മുടെ പോസിബിലിറ്റിയിലേക്ക് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും വളരണം എന്നുള്ളൊരു സ്ട്രോങ് ഡിസയർ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാക്ടീസ് സീയിങ് യുവർ സെൽഫ് ആസ് കാപ്പബിൾ ഓഫ് അച്ചീവിങ് യുവർ ഹയസ്റ്റ് ഗോൾസ്. നിങ്ങളുടെ ഒരു ഹയർ ഗോള് അച്ചീവ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി സൂപ്പർ. അപ്പം നിങ്ങളുടെ വിഷസ് എല്ലാം ജീവിതത്തിൽ നേടാൻ പറ്റട്ടെ. അപ്പൊ അതിന് നിങ്ങളിൽ തന്നെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഷൈമൻ. താങ്ക് യു സർ. നല്ലൊരു വിഷയമായിരുന്നു. അതായത് നമ്മൾ ആരാകണമെന്നുള്ളത് ഇന്നേ ചിന്തിക്കുക. ഇവിടെ മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ വരുന്നുണ്ടല്ലോ സർ. നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ്. പറഞ്ഞോളൂ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ സർ. അല്ല, ഓസി സാറിന്റെ ഇന്നത്തെ ടോപ്പിക്ക് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും എനർജിക്കൽ ആയിരുന്ന ക്ലാസ്. ഇനിയും പ്രതീക്ഷിക്കുന്നു ഇത്രയും മോട്ടിവേഷൻ ക്ലാസ് അല്ല, എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഞാൻ ഈ ക്ലാസ്സോടെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കാം. താങ്ക് യു. ഇനിയും പ്രതീക്ഷിക്കുന്നു ഇത്രയും നല്ല ക്ലാസ്സുകൾ. ഈ ക്ലാസ് എടുത്ത് സാറിന് നന്ദി. താങ്ക് യു.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് ക്വസ്റ്റ്യൻ സാർ. മാജിക് വളരെ മോർണിംഗ് നല്ല സർ. എക്സലന്റ് ക്ലാസ് ആയിരുന്നു ശരിക്ക്. സാറ് പണ്ട് എഴുതി വെച്ച പോലെ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആവണമെന്ന് എഴുതിയ അതിന്റെ കൂടെ തന്നെ നമ്മളിത് കേൾക്കുന്ന ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാകുക, ട്രാൻസ്ഫോർമേഷനും അവർക്ക് ഹീലിംഗ് ഉണ്ടാവണം എന്നുള്ള ആ രീതിയിലുള്ള ഒരു തോട്ട് അതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിലൊക്കെ ഒരു മാറ്റവും ഹീലിംഗും ട്രാൻസ്ഫോർമേഷനും ഒക്കെ സംഭവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഹയർ സെൽഫിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു ബോധം ഉണ്ടാകാനും നമ്മളൊരു ബേണിംഗ് ഡിസയർ ഉണ്ടാകാനും നമ്മളെ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ കൂടുതൽ ഒരു മെച്ചപ്പെട്ട ഫ്യൂച്ചർ സ്വപ്നം കണ്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സർ. നിഷാദ്. ഓക്കെ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഒരുപാട് കാര്യങ്ങൾ സാർ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളാണല്ലോ സെലക്ട് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ വായിച്ച പുസ്തകത്തിൽ ഉണ്ട്, നമ്മളെ ജോസഫ് മർഫിയുടെ ഇതുണ്ട്, നിങ്ങൾ ഉപബോധ മനസ്സിന്റെ ശക്തിയാൽ സമ്പന്നനാകൂ യെസ്. എന്നുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ. അതില് പുള്ളി പറയുന്ന വിഷയമാണ് നമ്മളെ ചെറുപ്പത്തിലെ നമുക്കുണ്ടായിരുന്ന നിഷേധാത്മക ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ ഈ ഒരു സെൽഫിൽ എത്തിച്ചത്. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിച്ച ആ സ്ഥലത്ത് എത്തും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയും അതുപോലെ സാറെ പരിചയപ്പെടാനും ഒരുപാട് ആളുകളുമായിട്ട് പരിചയം ഉണ്ടാവാനുള്ള ഒരവസരം. എന്തായാലും തുടരട്ടെ, നമുക്കൊക്കെ വലിയ വലിയ ആളുകളായി മാറട്ടെ എല്ലാവരും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ സാറ്, ഏകദേശം എനിക്കും ഇങ്ങൾക്കൊക്കെ ഒരേ അസുഖമാണെന്നാ തോന്നുന്നുണ്ട്. എന്ത് കണ്ടാലും പോയി പഠിക്കുക എന്നുള്ളൊരു ഈ ബ്രഹ്മകുമാരീസ് ഞാൻ പഠിച്ചതാണ്. അവർക്കൊരു ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് ശേഷം അവരുടെ കൂടെ ഒരു 3 മാസം 4 മാസമൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് ശരിക്കും മനസ്സിലാവും. കണക്റ്റീവ് മെഡിറ്റേഷൻ ആണ് സംഭവം. അവരുടെ കയ്യിലുള്ളത് കണക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ആണ്. അവരെ യഥാർത്ഥ പേര് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ്. ആ പേര് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രജാപിത, പ്രജകളുടെ പിതാവ്, അതാണ് അതിന്റെ. അപ്പോൾ ആ കണക്ഷൻ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് ആ പേര് തന്നെ ഏകദേശ രൂപരേഖ കിട്ടും. പിന്നെ ബേസിക് ക്ലാസ് കേട്ടാല് ഒരു ഏകദേശം നമുക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. അവരുടെ കൂടെ ഒരു 3 മാസം നിൽക്കുകയാണെങ്കിൽ ഒറിജിനൽ കണക്റ്റീവ് മെഡിറ്റേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവരുടെ കൂടെ ഒരു 5-6 മാസം പോലെ നിന്നിട്ടുണ്ട്. ഈ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, ഏകദേശം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇവർക്ക് ഇതേപോലെയുള്ള ഒരു അസുഖമുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് എന്ത് കണ്ടാലും പഠിക്കുക എന്നുള്ളൊരു, അതായത് വേദം പഠിക്കുന്നവരും അതുപോലെ തന്നെ ഈ ബൈബിള് പഠിക്കുന്നവരൊക്കെ ഉണ്ട് മുസ്ലിം കുട്ടികളിൽ. അപ്പൊ അത്തരം കുട്ടികൾ ഇവിടെ വന്നിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത് കോട്ടക്കല്. കോട്ടക്കൽ എന്ന് പറയുമ്പോൾ കോയിച്ചനാറിന്റെ പ്രദേശത്താണ് അവരെ പ്രദേശം ഉണ്ടായിരുന്നത്. അവിടെ ഒരു 2-3 മാസം ഞാൻ അവർക്ക് ട്രെയിൻ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു ശരിക്കും ഇന്ന്. എന്താണ് ഈ മനുഷ്യന് കണക്ട് ചെയ്താലുള്ള ഗുണം, അല്ലെങ്കിൽ ആ ഒരു, ഇപ്പോ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണ് നമ്മൾ അഫർമേഷൻ ചെയ്യേണ്ടതെന്നും വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നും അതും വരുന്നത് എവിടുന്നാണ്? ആ കണക്റ്റീവിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരു പ്രപഞ്ച ശക്തി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കണക്റ്റീവിലേക്കാണ് വന്നത് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അടുത്ത ആള് പറഞ്ഞോളൂ. കഴിഞ്ഞപ്പോ ആർക്കും പറയാനില്ലേ? ദിവ്യ, ഷീജ, മിണ്ടാതിരിക്കരുത്. ശീലമ്മ,
ലീവ് അവന്റെ അതിന്റെ പേരൊക്കെ അവന്റെ അതിന്റെ പേര് പേര് പാസ്റ്റ് ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് ഒറിജിനൽ സോഴ്സിനോട് കണക്ട് ആയിക്കൊണ്ട് അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളും സഫലമാക്കിക്കൊണ്ട് നമ്മളും വിജയത്തിലേക്ക് വരിക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ബുക്കിലൂടെ നമുക്ക് സാറ് ഈ ഒരു സെഷനിലൂടെ തന്നത്. നല്ലൊരു സെഷൻ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഓസ്റ്റിൻ സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു, താങ്ക്സ്. സർ. താങ്ക് യു ഓൾ.